ഡൽഹിയിൽ പറന്നിറങ്ങി ശോഭാ സുരേന്ദ്രൻ. വമ്പൻ സർപ്രൈസാണ് ഇന്ദ്രപ്രസ്ഥത്തിൽ ശോഭാ സുരേന്ദ്രനായി കാത്തിരിക്കുന്നത്. ഒരു കണക്കിന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ കാത്തിരുന്ന ഒരു ദിനം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത്. പാർട്ടിയിൽ സുരേന്ദ്രൻ ഉൾപ്പെടെ കാല് വാരിയിട്ടും അവഗണിച്ചപ്പോഴും ശോഭ തളർന്നില്ല. തിരിച്ചടിക്കാൻ അവസരം നോക്കിയിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ CPM-നെ അടിച്ചു തൂഫാനാക്കി കയ്യിൽ കൊടുത്തു. BJP-യുടെ ഈ ജയന്റ് കില്ലറിന് വലിയ ഒരു പദവി കാത്തിരിക്കുന്നുണ്ട്. അതിനാണിപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. CPM-ന് മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ പണി കൊടുത്തത്, പാർട്ടിയിൽ തന്നെ ഒതുക്കാൻ നോക്കിയവർക്കെല്ലാം കൂടി കൊടുത്ത പണിയാണ് ഇത്. നിശബ്ദമായിരുന്നു കൊണ്ട് വമ്പൻ കളിയാണ് ശോഭ കളിച്ചത്. ആലപ്പുഴയിൽ ശോഭയുണ്ടാക്കിയ ലീഡ് കേന്ദ്ര നേതാക്കളിൽ വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കിയിരിക്കുകയാണ്. തൊട്ടു പിന്നാലെയാണ് വലിയ ഒരു സർപ്രൈസ് കൂടി ശോഭയെ തേടിയെത്തിയത്. ഇതോടെ കിളി പോയിരിക്കുന്നത് K. സുരേന്ദ്രനാണ്. കേരളത്തിലെ BJP നേതാക്കളിൽ അങ്ങ് കേന്ദ്രത്തിൽ ചർച്ച ശോഭയെക്കുറിച്ചാണ്. ആലപ്പുഴയിൽ ശോഭയുണ്ടാക്കിയ വമ്പൻ തിളക്കമാണ് അങ്ങ് ഡൽഹിയിൽ പ്രതിഫലിക്കുന്നത്. സുരേന്ദ്രപക്ഷത്തിന് ഇത് കനത്ത ക്ഷീണമുണ്ടാക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് ശോഭ എത്തുമോ എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിർണായക പദവി നൽകാനും സാധ്യതയേറെയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രന്റെ കാലാവധി നിലവിൽ പൂർത്തിയായ സാഹചര്യത്തിലാണ് ശോഭയെ വിളിപ്പിച്ചിരിക്കുന്നത്. തന്റെ പിൻഗാമിയായി തന്റെ ശിങ്കിടിയെ കയറ്റാൻ നോക്കിയ സുരേന്ദ്രന് വലിയൊരടിയാണ് കിട്ടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ മത്സരിച്ച് 3 ലക്ഷത്തിനടുത്ത് വോട്ട് ശോഭ നേടിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് തിരിച്ചടിയേറ്റതിന് പിന്നാലെ വിവിധ സംസ്ഥാനങ്ങളിൽ സംഘടനാ തലത്തിൽ BJP അഴിച്ചുപണിക്ക് ഒരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശോഭയെ സംസ്ഥാന അധ്യക്ഷയാക്കുമോ എന്ന് ഉറ്റുനോക്കുന്നത്. അങ്ങനെ വന്നാൽ അത് സുരേന്ദ്രനും കൂട്ടർക്കും ഒരു പണി തന്നെയാണ്. ആലപ്പുഴയിൽ 63,513 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KC വേണുഗോപാൽ വിജയിച്ചിരുന്നുവെങ്കിലും മികച്ച പ്രകടനമായിരുന്നു ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. 2,99,648 വോട്ടായിരുന്നു ശോഭയ്ക്ക് ലഭിച്ചിരുന്നത്. 2019 BJP സ്ഥാനാർത്ഥി നേടിയ 1,87,729 വോട്ടിൽ നിന്നാണ് 2,99,648 ശോഭ കുതിച്ചു കയറിയത്. ആലപ്പുഴയിൽ CPM-ന്റെ കനൽ ഒരു തരി കെടുത്തിയത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. ഇടതിനെ വെള്ളം കുടിപ്പിച്ചു. തെരഞ്ഞെടുപ്പിൽ ഒരിക്കൽ കൂടി BJP-യുടെ വോട്ട് റെക്കോർഡുകൾ ശോഭാ സുരേന്ദ്രൻ തകർത്തപ്പോൾ പൊലിഞ്ഞത് ഇടത് സ്ഥാനാർത്ഥി AM ആരിഫിന്റെ സ്വപ്നങ്ങളായിരുന്നു. CPM കോട്ടകളിൽ വിള്ളലുണ്ടാക്കി ശോഭാ സുരേന്ദ്രൻ മുന്നേറിയപ്പോൾ BJP-ക്ക് ലഭിച്ചത് 3 ലക്ഷത്തിനടുത്ത് വോട്ട്. 2 നിയമസഭാ മണ്ഡലങ്ങളിൽ ശോഭ 2ാം സ്ഥാനത്തെത്തിയപ്പോൾ 2 മണ്ഡലങ്ങളിൽ CPM-യുമായുള്ള വ്യത്യാസം 200 വോട്ടിന് താഴെ മാത്രമാണ്. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധയാകർഷിച്ച ആലപ്പുഴയിലെ ത്രികോണ മത്സരത്തിൽ ശോഭാ സുരേന്ദ്രൻ ഒരു ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു. 3ാം തവണ KC ആലപ്പുഴ നീന്തി കടക്കുന്നത് റെക്കോർഡ് ഭൂരിപക്ഷം നേടി തന്നെയായിരുന്നു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും KC വേണുഗോപാൽ തന്നെയാണ് ഒന്നാമതെത്തിയത്. കഴിഞ്ഞ തവണ AM ആരിഫിന് ജയം നേടിക്കൊടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ചേർത്തലയും കായംകുളവും ഉൾപ്പെടെയുള്ള ചെങ്കോട്ടകൾ തകർന്നടിഞ്ഞു വീണിരുന്നു. CPM വോട്ടുകൾ വലിയ തോതിൽ ചോർന്നു. ഇതിലേറെയും പോയത് ശോഭാ സുരേന്ദ്രന്റെ കൈകളിലേക്കാണെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകുന്ന സൂചനകൾ. ചേർത്തലയിൽ കഴിഞ്ഞ തവണ ആരിഫ് 16,000-ൽ പരം വോട്ട് ലീഡ് നേടിയെങ്കിൽ ഇത്തവണ വേണുഗോപാൽ ഇവിടെ 869 വോട്ടിന്റെ ലീഡ് നേടിയിരുന്നു. CPM-ന്റെ മറ്റൊരു ചെങ്കോട്ടയായ കായംകുളത്തും വേണുഗോപാലിന് 2,000-ന്റെ ലീഡ് കിട്ടി. പാർട്ടി വോട്ടുകൾ ചോർന്നത് AM ആരിഫ് തന്നെ സമ്മതിക്കുന്നുണ്ട്.